യെസ്, ഒരു ചോദ്യമാണ് ഇന്നത്തെ എല്ലാവരോടും, ജെൻസിനോ അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് എല്ലാവരോടും ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ 2 ചരട് കിട്ടുവാണെങ്കിൽ ആ ചരടിന് കൃത്യമായിട്ട് ഇങ്ങനെ ഉറപ്പിച്ച് കെട്ടാൻ കഴിയുന്ന, അതായത് ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ കെട്ടാൻ പറ്റുന്ന എത്ര പേരുണ്ട്? ഇപ്പൊ അടുത്തൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ 90 കിഡ്സിനെ വെച്ച് നോക്കുമ്പോ ഇന്നത്തെ തലമുറയ്ക്ക് ഇന്റലിജൻസ് കുറവാണ്. അപ്പൊ ഇതും ഒരു ഇന്റലിജൻസ് ആണ്. അതായത് ഇത്തരത്തിലേക്ക് പലതരത്തിലുള്ള ഇന്റലിജൻസ് നമ്മുടെ ലൈഫിലേക്ക് വേണം. ആ ഇന്റലിജൻസ് ഇന്ന് വളരെ കുറവാണ്, ലാക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതിന് കാരണം എന്താ? നമ്മുടെ സ്ക്രീൻ ടൈം കൂടി. സ്ക്രീൻ ടൈം കൂടുമ്പോൾ പ്രത്യേകം മറ്റുള്ളവരുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഇന്റലിജൻസ് നമ്മൾ ഒബ്സർവ് ചെയ്ത് മാത്രമേ ഉള്ളൂ, നമ്മളൊന്നും നമ്മുടേതായിട്ട് ഇടുന്നില്ല. ഈ സ്ക്രീൻ ടൈം കൂടുമ്പോൾ ഉണ്ടായ 3 ചലഞ്ചസിനെ ഞാൻ പറയാം. ഒന്ന്, ഈ ചരടിന് കൊടുത്തോളൂ, ഇത് കെട്ടാൻ കൊടുക്കുകയാണെങ്കിൽ അവരൊന്ന് ട്രൈ ചെയ്യും, അപ്പൊ തന്നെ നിർത്തും. അതായത് പെട്ടെന്ന് നമ്മൾ ഗീവ് അപ്പ് ചെയ്യും, പെട്ടെന്ന് തന്നെ ആ സബ്ജക്ട് നമ്മൾ മാറും. അത് ഇന്നത്തെ ജനറേഷന്റെ പ്രത്യേകതയാണ്. സ്ക്രീൻ ടൈം കൂടിയതിന്റെ ഭാഗമായിട്ട് വന്നതാണ്. രണ്ടാമത്തെ പറഞ്ഞ കാര്യം, അതായത് അറ്റൻഷൻ സ്പാൻ വളരെ കുറവായി. നമ്മൾ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെ അവർ ചിലപ്പോൾ മൊബൈലിലേക്ക് പോകും. അതായത് ആ കാര്യത്തിലേക്ക് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നില്ല, അപ്പോഴത്തേക്ക് തന്നെ അവർ അതിൽ നിന്ന് പോകുന്നു. മറ്റത് ഇന്റലിജൻസ്, അവർക്ക് പുതിയതായിട്ടുള്ള റിസർച്ചുകൾ, ഇന്നോവേഷൻസ്, ന്യൂ തിങ്കിങ്, ഇനീഷ്യേഷൻസ് ഇന്ന് പുതിയ തലമുറ ഇന്ന് വരുന്നില്ല. അവരുടെ ബ്രെയിൻ അവർ ഉപയോഗിക്കുന്നില്ല. അവർ ജസ്റ്റ് അവരുടെ സെൻസ് ഓർഗനെ മാത്രം ഉപയോഗിക്കുന്നു, അത് ഒബ്സർവ് ചെയ്യുന്നു, അതിനകത്ത് സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകുകയാണ്. അവരുടേതായ ഇന്റലിജൻസ് ഉപയോഗിക്കാതിരിക്കുന്നത് നാളെ മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ പാകത്തിനുള്ള, പ്രത്യേകിച്ചും AI യൂസ് ചെയ്യാനുള്ള ഒരു ടൂളായിട്ട് മാറുന്ന ഒരു തലമുറയായിട്ട് നമ്മൾ മാറുന്നുണ്ട്. ഇത് പാരന്റ്സിനോടും ടീച്ചേഴ്സിനോടും സൊസൈറ്റിയോടുമാണ് പറഞ്ഞത്. ശ്രദ്ധിച്ചോളൂ.